നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കിടെ ആ സാധ്യത പൂർണ്ണമായും തള്ളി മനോരമ ന്യൂസ്. VMR എക്സിറ്റ് പോൾ. UDFന് മേൽക്കൈയുണ്ടെന്നാണ് മനോരമ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. അതേസമയം LDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നാണ് മനോരമയുടെ പ്രവചനം. UDFന് 16 മുതൽ 18 വരെ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം LDF 2 മുതൽ 4 വരെ സീറ്റ് നേടാം. BJP ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ലെന്നാണ് മനോരമ പറയുന്നത്. BJP പ്രവർത്തകർ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകുമെന്നാണ് പ്രവചനം. ഇവിടെ മികച്ച മാർജിനിൽ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ വിജയിക്കുമെന്നാണ് പോൾ പറയുന്നത്. സുനിൽകുമാർ 2ാമതെത്തും. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും 2ാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രവചനം. തിരുവനന്തപുരത്ത് തരൂർ കടുത്ത പോരാട്ടത്തിനിടയിലും വിജയിച്ചു കയറുമെന്നാണ് മനോരമ പറയുന്നത്. ഇവിടെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്തെത്തും. പന്ന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി 2ാം സ്ഥാനത്തെത്തുമെന്നാണ് മനോരമ എക്സിറ്റ് പോളിലെ കണ്ടെത്തൽ. ആന്റണി വിജയിച്ചു കയറുമ്പോൾ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് പ്രവചനം. കോട്ടയത്ത് UDFനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മികച്ച വിജയം കൈവരിക്കുമെന്നും മനോരമ ന്യൂസ് എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നു. 41.33% വോട്ട് നേടി ഫ്രാൻസിസ് ജോർജ് 1ാമതെത്തുമ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ തോമസ് ചാഴിക്കാടിന് വെറും 33.43% വോട്ടുകളെ നേടാൻ കഴിയുന്നുള്ളൂ. 20.2% വോട്ട് നേടി BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി മണ്ഡലത്തിൽ NDAയുടെ വോട്ട് ഉയർത്തുമെന്നും മനോരമ സർവേയിൽ വ്യക്തമാക്കുന്നു. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നിലനിർത്തുമെന്നാണ് സർവേ. UDFന് 47.72%വും NDFന് 34.17% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. LDF UDF വോട്ട് വ്യത്യാസം 13.55%. കോഴിക്കോട് സിറ്റിംഗ് MP MK രാഘവൻ നിലനിർത്തുമെന്നും 46.16% വോട്ട് വിഹിതം നേടുമെന്നും സർവേ. LDF സ്ഥാനാർത്ഥി എളമരം കരീമിനേക്കാൾ 11.77% വോട്ട് കൂടുമെന്നാണ് പ്രവചനം. അതേസമയം ശക്തമായ പോരാട്ടം നടന്ന വടകരയിൽ KK ശൈലജ വിജയിക്കുമെന്നാണ് പോൾ. പാലക്കാടും നേരിയ ഭൂരിപക്ഷത്തിന് LDF വിജയിക്കുമെന്നും പ്രവചനം. കണ്ണൂരിലും ആലത്തൂരിലും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത്. കണ്ണൂരിൽ ഇരു മുന്നണികൾക്കും 42% വോട്ട് വീതം ലഭിക്കും. LDFന് കഴിഞ്ഞ തവണത്തെ വോട്ട് തന്നെ ലഭിക്കുമെന്ന് പറയുമ്പോൾ UDFന് 8.22% വോട്ട് കുറയുമെന്നാണ് പ്രവചനം. എറണാകുളത്ത് ഹൈബി ഈഡനും ആലപ്പുഴയിൽ KC വേണുഗോപാലും വിജയം നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ 2020 ഉയർത്തിയ ശക്തമായ വെല്ലുവിളികളെ നേടി ബെന്നി ബെഹനാൻ UDFന് വിജയം നേടുമെന്നാണ് പ്രവചനം. ഇടതു സ്ഥാനാർത്ഥി മുൻ വിദ്യാഭ്യാസ മന്ത്രി CN രവീന്ദ്രനേക്കാൾ 5%-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ബെന്നി ബെഹനാൻ കിട്ടുമെന്നാണ് സർവേ. ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നിലനിർത്തുമെന്നാണ് സർവേയിലുള്ളത്. അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണ ലഭിച്ച അത്ര വോട്ട് കിട്ടില്ല. V. മുരളീധരനിലൂടെ BJP വോട്ട് വർദ്ധിപ്പിക്കും. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വിജയത്തുടർച്ച ഉണ്ടാകുമെന്നും സർവേ പറയുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ 13.65% വോട്ട് വിഹിതം കുറയുമെന്നാണ് പ്രവചനം. ഇടുക്കിയിൽ 43.69% പേരാണ് എക്സിറ്റ് പോളിൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. 2ാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെ പിന്തുണച്ചത് 30.31% പേർ. കൊല്ലം മണ്ഡലത്തിൽ 45.33% വോട്ടോടെ NK പ്രേമചന്ദ്രനാണ് വിജയം പ്രവചിച്ചിരിക്കുന്നത്. 10.91% വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രേമചന്ദ്രന് പ്രവചിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് UDFന് വോട്ട് കുറയുമെന്ന് മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ. 4.4% വോട്ടിന്റെ ഇടിവ് ലീഗിനുണ്ടാകുമെന്നും സർവേ. എന്നാൽ ഇടതുമുന്നണിയേക്കാൾ 12.87% വോട്ട് കൂടുതൽ ലഭിക്കാം. BJPക്ക് 3 വരെ സീറ്റ് നേടാനാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. LDFനോടുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമാണ് BJPക്ക് കുറവെന്നാണ് പ്രവചനം.